ബിഗ് ബോസ് താരം അഖിൽ മാരാറിന് ഹൈക്കോടതി ജാമ്യം കൊടുത്തു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അഖിൽ മാരാറിനെതിരായി കൊട്ടാരക്കര പോലീസ് അന്വേഷിച്ചു നടക്കുകയായിരുന്നു. കൊട്ടാരക്കര പോലീസ് അവിടുത്തെ BJPയുടെ ഒരു നേതാവ് കൊടുത്ത പരാതിയിൽ അഖിൽ മാരാറിനെതിരായിട്ട് ഒരു കേസ് രാജ്യദ്രോഹപരമായ വകുപ്പിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. 152 BNS പ്രകാരമാണ് ആ കേസ്. അദ്ദേഹത്തിന് 7 വർഷം മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റം തന്നെയാണ് 152. രാജ്യത്തിൻ്റെ ഐക്യത്തിൻ്റെയും അഖണ്ഡതയ്ക്കും എതിരായിട്ട് ഡിജിറ്റലായിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ ചില വാക്കുകൾ അത് രാജ്യദ്രോഹപരമായ ഒരു പ്രവൃത്തിയായി എന്നാണ് ആ പരാതിക്കാരൻ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ ഉള്ളടക്കം. ഉടൻ തന്നെ കൊട്ടാരക്കര പോലീസ് കേസെടുത്തു. അണ്ടർ സെക്ഷൻ 152 BNS. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ അല്ലെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണകർത്താക്കളെയൊക്കെ നമുക്ക് വിമർശിക്കാം. ഭരണഘടന അതിന് അനുവാദം തന്നിട്ടുണ്ട്. പക്ഷേ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് എതിരായി പറയാൻ കഴിയില്ല. അത് വളരെ സൂക്ഷിക്കണം. പറഞ്ഞു പോകുമ്പോൾ അറിയാതെ കയറിപ്പോകരുത്. അതുപോലെ സംഘടിക്കാൻ സായുധ കലാപം എടുക്കണം എന്നൊക്കെ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ആയുധങ്ങൾ എടുക്കണം എന്നൊക്കെ പറയാനും പാടില്ല. അതൊക്കെ രാജ്യദ്രോഹകരമായ പ്രവൃത്തി തന്നെ. ഇന്ത്യയുടെ ഒരു പൗരന് എല്ലാ അഭിപ്രായങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകിയിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് എന്ത് കാര്യത്തിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞ് അത് രാജ്യദ്രോഹകരമായ ഒരു പരാമർശമായി മാറരുത്. ഏതായാലും ഈ ഒരു സംഭവം പകൽക്കാമിന് ശേഷം അതിനെ വിമർശിച്ചുകൊണ്ട് ഒക്കെ ആണ് അഖിൽ മാരാർ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ രേഖപ്പെടുത്തിയത്. സംഗതി പാളി എന്ന് മനസ്സിലായി 1 മണിക്കൂറിനകം അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഡിജിറ്റലായിട്ടുള്ള പരാമർശം അവിടെ കിടക്കും. ആദ്യം കണ്ടവരൊക്കെ കണ്ടത് പ്രിസർവ് ചെയ്തിട്ടുണ്ടാവാം. അത് പിന്നീട് ഡിലീറ്റ് ചെയ്താലും അത് നെറ്റിൽ തന്നെ ഉണ്ടാവും. അത് പലരും സേവ് ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ട് ഒരു ഇന്ത്യൻ പൗരനാണെങ്കിൽ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വാക്ക് പോലും പറയാൻ പാടില്ല. ഇന്ത്യയെ നമ്മൾ ചെറുതാക്കി കാണിക്കാൻ പാടില്ല. ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ സിറ്റിസണാണ് നമ്മൾ. ഇവിടെ നമ്മൾ സുരക്ഷിതമായി കഴിയുകയാണ്. ഇന്ത്യയെ വിമർശിക്കാം നമുക്ക്, പക്ഷേ രാജ്യത്തെ വിമർശിക്കാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കണം. നമുക്ക് അഖിൽ മാരാറിനെ പരിചയം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്തപ്പോഴാണ്. ഒരു താത്വിക അവലോകനം എന്നാണ് അതിൻ്റെ ഹെഡിങ് തന്നെ. അങ്ങനെ ഒരു സിനിമയുടെ ഹെഡിങ് കൊടുക്കുന്ന ഒരു ബുദ്ധിജീവിക്കേ കഴിയുള്ളൂ. അദ്ദേഹം പിന്നെ ബിഗ് ബോസ് എന്ന ആ പ്രോഗ്രാമിൽ പങ്കാളിയായി. അതിനകത്ത് വിന്നറായെന്നാണ് പറയുന്നത്. 50 ലക്ഷം രൂപയാണ് ആ വിന്നർക്ക്. ഏതായാലും ബിഗ് ബോസിന് ആയിട്ട് ഒരു വർഷം അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. കഴിവുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഹെഡിങ് തന്നെ അങ്ങനെയാണ്. അദ്ദേഹം നല്ല വായനക്കാരനാകാം, നല്ല വിമർശകനാകാം, സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ഉണ്ടാകാം, ഒക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ പറയുന്നത് അല്പം കടത്തി പറഞ്ഞാൽ അത് രാജ്യദ്രോഹപരമായ കാര്യത്തിലേക്ക് പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ കേസെടുക്കും, ജയിലിൽ പോകും, അതുപോലെ തന്നെ ജാമ്യമില്ലാതെ കിടക്കേണ്ടി വരും. ഹൈക്കോടതിയിലെ വാദമുഖ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും കോടതി ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് അതിലേക്ക് കടക്കത്തില്ല. അത് ആ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ പ്രശ്നം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ചില നിരീക്ഷണങ്ങൾ അത് ലോവർ കോടതി തീരുമാനിക്കട്ടെ. ഇപ്പം ജാമ്യം അദ്ദേഹത്തിന് കൊടുത്തു. അടുത്ത 10-ാം തീയതിക്ക് മുമ്പ് അദ്ദേഹം ആ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പ് കൊട്ടാരക്കരയിൽ ഹാജരാകണം. അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ഫോണ്, ഈ ഡിജിറ്റലായിട്ടുള്ള ഇത് എയർ ചെയ്ത ആ ഫോണ് അത് പോലീസിൽ സറണ്ടർ ചെയ്യണം. 10-ാം തീയതി തന്നെ പോലീസിൽ ഹാജരാകണം. ഹൈക്കോടതി ജാമ്യം കൊടുത്തിട്ടുണ്ട്. തൽക്കാലത്തിന് സുരക്ഷിതനായി. ഇനി അന്വേഷണം മധ്യേ എങ്ങനെയാണ് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്,
അത് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കമൻറ്റ്, അതിനകത്ത് അങ്ങനെ ഒരു വാക്കുണ്ടോ അല്ല അങ്ങനെയുള്ള അർത്ഥം വരുന്നുണ്ടോ എന്ന് ഇനിയും പരിശോധിക്കണം. പോലീസ് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എന്താണ് അതിൻ്റെ അകത്തൊരു ഒഫൻസ് ഉണ്ടോ ഇല്ലെന്ന് കണ്ടെത്തും. 152 BNS പ്രകാരമുള്ള ഒഫൻസിൻ്റെ ഇൻഗ്രീഡിയൻസ് അനുസരിച്ച് എന്തെങ്കിലും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ അത് ശ്രദ്ധിക്കണം. ആ കാര്യത്തിൽ ഉണ്ടെങ്കിൽ അത് കുറ്റചാർജ് തന്നെ കൊടുക്കും. ഇല്ലെന്നെങ്കിൽ ഈ കേസ് കൊട്ടാരക്കര പോലീസ് അത് റെഫർ ചെയ്ത് കളയാനും സാധ്യതയുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കിൻ്റെ അകത്തെ അർത്ഥങ്ങൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഒരു താത്വികാവലോകനം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തതിനകത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ വില അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ആ വാക്കുകളുടെ വിലയ്ക്കുള്ളിൽ ഇങ്ങനെ പൊതിഞ്ഞെന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പോലീസ് കണ്ടുപിടിക്കും. അതിനകത്ത് രാജ്യദ്രോഹകരമായ എന്തെങ്കിലും ഒരു എലിമെൻ്റ്, ഒരു കണികയുണ്ടെങ്കിൽ പോലീസ് കുറ്റചാർജ് കൊടുത്തിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക കാര്യം. പോലീസിൻ്റെ നടപടികളുണ്ടാവും. അതിനകത്ത് കുറ്റക്കാരനല്ല എന്ന് പോലീസ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കേസ് റെഫർ ചെയ്ത് കളയാനും സാധിക്കും.